അപ്പോൾ നമ്മൾ ചേലക്കരയിൽ ഒരു ബിരിയാണി ബ്രാഞ്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ആഴ്ച ആവുകയാണ്. അപ്പോൾ നിങ്ങൾ എത്ര ദിവസം പഠിച്ചതിന് ശേഷമാണ് തുടങ്ങിയത്? ഞാൻ മൊത്തത്തിലൊരു 10-11 ദിവസം വന്നിട്ടുണ്ടാവും. ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ ഉച്ച കഴിഞ്ഞ വരെയുള്ള ഒരു ട്രെയിനിങ്ങാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് അറിയാനുള്ള കാരണം? എങ്ങനെയാണ്? ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടായിരുന്നു, പിന്നെ ഗ്രൂപ്പുകൾ വഴിയിട്ട് അങ്ങനെ മെസ്സേജ് കണ്ടിട്ട് അങ്ങനെ വന്നത്. ശരി. നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ സ്ഥാപനം തുടങ്ങി? ഏതാണ്ട് 1 month, 1.5 മാസത്തിൻ്റെ ഓപ്പൺ ആയി. ഓക്കെ. ഇത് പ്രതീക്ഷിച്ച പോലെ ബിസിനസ് ഉണ്ടോ ഈ ബിരിയാണി ബിസിനസ്? പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം ബിസിനസ് ഉണ്ട്. നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ, നമ്മൾ ചെറിയ കിച്ചൺ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ള ഹാൻഡിൽ ചെയ്യാനുള്ള ചെറിയ പ്രയാസങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി ബിസിനസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടുന്ന് പഠിക്കുമ്പോൾ ഈ ഒരു ബ്രാഞ്ച് വിജയിക്കാനുള്ള കുറേ ഫോർമുലാസ് പറയുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫിനാൻഷ്യലി ഒരല്പം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. കാരണം നിലവിൽ ഒരു മറ്റൊരു ഓൾറെഡി ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ടാമതൊന്നും കൂടി റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈസ ഇറക്കിയത് കൊണ്ട്, പിന്നെ ഇതിലേക്കും പൈസ ഇറക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഭയം കൊണ്ട് പിന്നെ നമുക്ക് ഇറക്കാൻ പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇറക്കാം. അപ്പോൾ അതിലൊരു ചെറിയൊരു ഇതുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്രയും വളരെ ചെറിയൊരു സെറ്റപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ട്. അതിങ്ങനെ ഒരു തുടക്കത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയിട്ടല്ല, എന്നും ഉണ്ടാവുന്ന ഒരു ബിസിനസ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സാധാരണ നമ്മൾ പറയില്ല, കട തുടങ്ങിയ സമയത്ത് ഒരു ഹൈപ്പ് ഉണ്ടാവും എന്ന് പറയില്ല. അതല്ലാതെ നമുക്ക് കിട്ടുന്ന റിവ്യൂസ് കേൾക്കുമ്പോഴും അതേപോലെ ഇനി ആൾക്കാരെ കൂട്ടി വരാട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വരാട്ടോ എന്നുള്ള നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഇതൊരു അപ്പ് തന്നെ ആയിരിക്കും എന്നുള്ളത്, നടക്കും എന്നുള്ളത് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ മറ്റു അഡ്വർടൈസ്മെൻറ്റും മറ്റ് സ്ട്രാറ്റജികളൊക്കെ പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് തോന്നുന്നത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർക്കിളിൽ മാത്രം ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ലോണം ഒരു ബിസിനസ് ഉണ്ടായിരിക്കും. അത് ഇപ്പോൾ ചെയ്യണതിൻ്റെ ഇപ്പോൾ ഒരു 10% പോലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അറിയാലോ, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് നല്ലൊരു പൈസ വേണ്ടി വരും. അപ്പോൾ ആ പൈസയുടെ മുകളിലുള്ള ചെറിയ ഇഷ്യൂസ്, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ അത്രയും പൈസ തന്നെ അഡ്വർടൈസ്മെൻറ്റ് വേണ്ടി വരേണ്ട സ്റ്റേജിലാണ് ഇപ്പോഴത്തെ അറിയാലോ. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അറിയാം, അത് നമ്മൾ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ഇന്നിപ്പോൾ ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് എടുക്കാമെന്ന് പറഞ്ഞ സ്റ്റേജിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ആകുമ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ അതെങ്ങനെയാണ് പ്രിൻ്റ് എടുത്തിട്ട് അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു വ്യത്യാസം അങ്ങനെയൊന്നുമില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ ശരിക്കും പറയാം നമുക്കൊരു ടീം വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഷോപ്പ് തുടങ്ങിയ ആളാണ്. അപ്പോൾ ഒന്നിലുണ്ടായിരുന്ന ടീം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ദിവസം നമ്മുടെ ഉള്ളിലായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക ചെയ്തു. ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം എനിക്കിപ്പോൾ ഒരു 8 ദിവസമായി. ഇതുവരെയും നമുക്ക് ആ ഒരു ടീം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് വന്ന് കട സെറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു ടീമല്ല, കട ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴും അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളം ഒഴിച്ച സമയത്ത് വെള്ളത്തിൽ കൂടി കഴിഞ്ഞാൽ പോലും എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഓൺ കോൾ, ഓൺ വീഡിയോ കോൾ എന്ന് പറയുന്ന മാതിരി ഒക്കെ അവൈലബിൾ ആണ്. ഈ ബിസിനസ് ഇനി പുതുതായിട്ട് എടുക്കാൻ വരുന്നവരോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? പുതിയതായിട്ട് എടുക്കാൻ വരുന്നവരോട് നമുക്ക് ഉറപ്പാണ് ബിസിനസ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അല്ല, നിങ്ങളിങ്ങനെ ബിരിയാണി ഇത് നടക്കുമോ നടക്കില്ല എന്നുള്ള കൺഫ്യൂഷൻ അതങ്ങനെയായിരുന്നു. 8 ഉണ്ടാവും. 8 ഫുള്ളാണ് വേണ്ടത്. ഒരു ഫുള്ള് എന്നുള്ളത് നമുക്കൊരു 4 to 6, അതായത് നന്നായിട്ട് കഴിക്കുന്നവർക്ക് ഒരു 4 to 6 കഴിക്കാം. ഒരു ഫുൾ കോഴി ഉണ്ടാവും. അപ്പോൾ ഒരു 2 ഫുൾ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും. വേണച്ചാൽ പറഞ്ഞോട്ടെ, കാരണം ഓൾറെഡി ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നാട്ടുകാരൊക്കെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നാട്ടുകാർ പൊതുവെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം വന്ന ഷോപ്പ് അല്ല ഉദ്ഘാടന സമയം മുതൽ കുറച്ച് ദിവസത്തേക്ക് ഷോപ്പിന് വല്ലാണ്ട് കൊണ്ട് നടക്കുന്ന ഒരു പ്രതീതി അത് നമ്മളവിടെ കോമൺ ആയിട്ട് പറയുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ താഴെ ചേലക്കരക്കാരാണ് എന്ന് ഞങ്ങളിങ്ങനെ കമൻറ്റ് അറിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് അങ്ങനത്തെ ഒരു ടൈപ്പല്ല. പിന്നെ ബുഹാരീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് എന്നുള്ളത് നല്ലോണം അവൈഡാണ്. ഞാൻ എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ അത്ര അവൈഡായിരുന്നില്ല. കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അത്ര വേണമെന്നില്ല. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത്യാവശ്യം വരുന്ന കസ്റ്റമേഴ്സിൽ ഒരു 40% എങ്കിലും ബുഹാരീസിൻ്റെ ബിരിയാണി നല്ലതാണ് എന്നറിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ബ്രാൻഡിനെയും നമുക്ക്
യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ മുകളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു പുള്ളിനുണ്ടായിരിക്കും. അതായത് 100 ഞാൻ പറഞ്ഞിരുന്നു 100 ml എന്ന പേരിൽ ബിരിയാണി വിൽക്കുന്നതിനെക്കാട്ടും എനിക്ക് 150% ബെറ്ററാണ് ബുഹാരീസ് എന്നുള്ള പേരിൽ ബിരിയാണീസ് കിട്ടുന്നത്. ഇപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇനി അതൊരു ട്രാക്കിലാക്കാമെന്ന് തോന്നുന്നുണ്ട്? ട്രാക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞിരുന്നു ഇത്ര കിലോ നമുക്കവിടെ പോകുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതിൻ്റെ പകുതിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടുള്ള അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും അതിനുള്ള സിറ്റിങ്ങും അതിനുള്ള കിച്ചണൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം അത് വിശ്വാസമാണ്, നടക്കും. അപ്പോൾ അങ്ങനെ ഒരു ലാർജ് വോളിയത്തിലാണ് നമുക്കിവിടെ ബിസിനസ്സിലും നമുക്കൊരു പ്രോഫിറ്റും ആയിട്ട് മാറാം. അപ്പോൾ ലാർജ് വോളിയം വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടീം സോഴ്സ് എൻ്റെ കയ്യിലില്ല. കാരണം കിച്ചൺ സോഴ്സ് സെറ്റാണ്, കിച്ചൺ ഓക്കെയാണ്. പക്ഷേ അതായത് കിച്ചൻ്റെ ടീം ഓക്കെയാണ്, എനിക്ക് അതിനുള്ള സെറ്റപ്പ് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതാവുന്നതോട് കൂടിയിട്ട് അതൊരു ഫുൾ സിങ് ആകുമ്പോൾ ഒരു 1 വീക്ക്. എത്ര കിലോ ബിരിയാണിയാണ് ഇവിടെ പോവാൻ സാധ്യത പറഞ്ഞിട്ടുള്ളത്? അതായത് സ്റ്റാർട്ടിങ് മുതൽ നമുക്കൊരു 30 to 50 വരെ പോകും എന്ന് പറഞ്ഞിരുന്നു. അതിന് നിയറസ്റ്റൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് രാവിലെ ഇപ്പോൾ ഒരു 4-5 ടൈപ്പ് ഫ്ലേവേഴ്സ് ഒന്നും ചെയ്യാനുള്ള കിച്ചൺ എൻ്റെ കയ്യിലില്ല. ചെറിയൊരു കിച്ചണാണ്, ആകെ 3 അടുപ്പുള്ളൂ. അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കൂടുതൽ ഫ്ലേവേഴ്സും ഉച്ചയ്ക്ക് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. മധുരത്ത് ഉച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട്, മന്തി ഉച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കോൺഫിഡൻസ് കുറവുകൊണ്ടും ചിലതൊക്കെ ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ട്. കൂടുതൽ അതായത് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഹൈദരാബാദി കഴിച്ചു, മിനിഞ്ഞാന്ന് സിർ ബിരിയാണി കഴിച്ചു, അതിന് തലേ ദിവസം മലബാർ കഴിച്ചു. ഇന്ന് ഏത് ഫ്ലേവറാണ് ഉള്ളതെന്ന് ചോദിച്ചു വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് നമുക്ക് നല്ലോണം ഉണ്ട്. കാരണം എല്ലാ ഫ്ലേവറും നല്ലതായിരുന്നു. ഇനി അടുത്ത ഫ്ലേവർ ഏതാ എന്ന് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത്രയും ബിരിയാണി പോവുകയല്ല, ചെയ്യാനുള്ള കിച്ചൺ നമ്മുടെ സെറ്റപ്പിലേക്ക് വരുന്നേ ഉള്ളൂ. ഈ നിങ്ങൾ കുറച്ച് പൈസ ഒക്കെ ചിലവാക്കിയിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരു ചെറിയ ഫീസൊക്കെ തന്നിട്ടാണ്. അപ്പോൾ ഞങ്ങളെ ആനിമേഷൻ എഡിറ്റിംഗ് അങ്ങനെ പലതും ചെയ്തു തരുന്നുണ്ട്. ഞങ്ങൾക്ക് തന്ന ഫീസ് ശരിക്കും മുതലായിട്ടുണ്ടോ അതോ ഞങ്ങളെ സർവീസ് എങ്ങനെയുണ്ട്, എന്താ അതിൻ്റെ അവസ്ഥ? അതായത് ഞാൻ തന്ന ഫീസിനുള്ളത് ഞാൻ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു ഫീസ് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനിങ് എടുത്ത് കഴിഞ്ഞാണ്. പിന്നെ ഇപ്പോഴുള്ള സർവീസിനൊക്കെ ഒക്കെ ഫ്രീ സർവീസാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിൻ്റെ മുകളിൽ കമൻറ്റ് പറയാൻ പറ്റില്ല. കാരണം വന്ന് ആദ്യത്തെ ഒരു 3 ദിവസം നമ്മളിവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. സാറ് പോയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാനാണ് ഫുൾ ടൈം ഉച്ച വരെയൊക്കെ ഇരുന്നുള്ളൂ. എൻ്റെ നടുവൊക്കെ തള്ളിപ്പൊടി. സാറൊന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ 2 ദിവസം എങ്ങനെ ഇരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത് കട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കാണുന്ന മാതിരി ഈസി അല്ല എന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിലല്ല, ഫ്രീ സർവീസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനതിനെ പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഈ ഒരു ബ്രാഞ്ചിന് വേണ്ടി മുടക്കിയതിൻ്റെ മൂല്യത്തിനൊപ്പം ഞങ്ങളുടെ ടീം നിങ്ങളെ കൂടെ നിന്നൊന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഇപ്പം ഇത് കുറേ ആളുകൾ കേൾക്കും, കാണും. പല ബിസിനസ്സുകാരും ചിലപ്പോൾ പൊട്ടിയവരുണ്ടാവും, വിജയിക്കാൻ അറിയാത്തവരുണ്ടാവും. പലരും ബിസിനസ് പഠിച്ചിട്ടല്ല ഇതിനകത്ത് ഇറങ്ങണത്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ പൈസ ഒക്കെ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. ആളുകൾ ചെയ്യണോ കൺഫ്യൂഷനിലാണ് ഉണ്ടാവുക. പക്ഷേ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഒരു ബിസിനസ് നടത്തിയിട്ട് വലിയ പ്രോഫിറ്റബിൾ അല്ലാതിരിക്കുന്ന സമയത്താണ്, അതായത് ഒരു സമയത്ത് നല്ല പ്രോഫിറ്റബിൾ ആയിരുന്നു, ഇടയ്ക്കൊന്നും പ്രോഫിറ്റബിൾ അല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് കയറിയത്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ബിരിയാണി നടത്തിയപ്പോഴാണ് ചേർത്ത് ഇത്ര ആൾക്കാരുണ്ട്, നമുക്ക് ഇത്തിരി കസ്റ്റമേഴ്സൊക്കെ വരും. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഫേ ഷോപ്പിലുണ്ടായിരുന്ന ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സേ അല്ല നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത്, ഈ ബിരിയാണി സെക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ രണ്ട് വിഭാഗമാണ്. പക്ഷേ ഞാൻ ബർഗർ കഴിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരിക്കലും എല്ലാ ദിവസവും ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി കഴിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ 8 ദിവസമായിട്ട് രാവിലെ ഉച്ചയ്ക്കും വരുന്ന ആൾക്കാർ നമുക്കുണ്ട്, ഉച്ചയ്ക്കും രാത്രി വരുന്ന ആൾക്കാർ നമുക്കുണ്ട്. അപ്പോൾ ബിരിയാണി എന്ന് പറയുന്നത് ഈസ് ആൻ ഇമോഷൻ, അത് ബർഗർ മാതിരിയല്ല, ബർഗർ ഒരു ഇമോഷൻ. ഇപ്പോഴുള്ള ബർഗർ ഷോപ്പിന് ബിരിയാണി വന്നപ്പോൾ കുറേ കൂടി സപ്പോർട്ടീവ് ആയി തോന്നുന്നു. അതായത് നമുക്ക് ഷവർമ നമ്മൾ 60 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അത്രയൊന്നും പബ്ലിസിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. പക്ഷെ ഇപ്പോൾ നമുക്കറിയുന്നുണ്ട്, മുമ്പ് ചെയ്തിരുന്നതിൻ്റെ ഒരു ഡബിൾ കിലോ നമ്മളിപ്പോൾ ഷവർമ അത്ര ഷവർമ ഡെയിലി പോകുന്നുണ്ട്. പിന്നെ ജ്യൂസസ് അറിയാമല്ലോ, പൈനാപ്പിൾ ജ്യൂസ് അതെല്ലാം ബിരിയാണിയുടെ കൂടെ നമുക്ക് ലൈമ് ജ്യൂസ്, ഫ്രൂട്ട് ലൈം ഇത് സ്ഥിരമായിട്ട് കയറുന്നതുകൊണ്ട് തന്നെ ഒരു അപ്ഗ്രേഡേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഈവനിങ്ങിൽ അവിടെ സ്ഥിരമായിട്ട് നമുക്കൊരു സെയിലുണ്ട്, അതവിടെ നടക്കുന്നുണ്ട്. അതൊരു പ്രോഫിറ്റബിൾ തന്നെയായിരുന്നു. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ അതൊരു കൂടുതൽ കിട്ടുമ്പോഴാണല്ലോ നമുക്കൊരു പ്രോഫിറ്റ് കൊണ്ട് മാറ്റിവെക്കാൻ പറ്റും. ആ സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ നിലനിർത്തുക,
നല്ല ഭക്ഷണം കൊടുക്കുക, അതുപോലെ പറയുന്ന നമ്മൾ ആ സ്ട്രാറ്റജി ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് ബിസിനസ് എപ്പോഴും നിലനിൽക്കുള്ളൂ. നമുക്ക് ഈ ചെറിയൊരു സ്പേസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പരസ്യം ചെയ്യാനും ധൈര്യം കുറവാണ്. കൂടുതൽ ആൾക്കാർ ഞാനിപ്പോൾ എവിടെ ഇരിക്കും, ഞാനിങ്ങനെ കൊടുക്കും, ഞാനിങ്ങനെ സർവീസ് ചെയ്യും, ഞാനിങ്ങനെ ഡെലിവറി കൊടുക്കും. കാരണം ആദ്യത്തെ ഒരു 3-4 ദിവസത്തെ തിരക്ക് തന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഉച്ചയായപ്പോഴേക്ക് ബിരിയാണി തീർന്നു, 2 മണിയായപ്പോഴേക്ക് ബിരിയാണി തീർന്നു എന്ന് പറയുന്നത് പോലെ ആൾക്കാർ നമ്മൾ വിളിച്ച് ചീത്ത പറയുന്ന പോലെ. അപ്പോൾ എനിക്ക് ആ ഒരു സ്ട്രഗിൾ കാരണം ഞാനൊന്ന് പുറകിലായിട്ടാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. ഒന്ന് ഫുൾ സെറ്റപ്പായിട്ട് ഒറ്റയ്ക്ക് ഒരു റീലോഞ്ച് പോലെ ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളതാണ്. കുറച്ചുകൂടി പ്ലാനുകളൊക്കെ ഇതിനിടയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൽക്കാലം ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വെച്ചു. ഫിനാൻഷ്യലായിട്ട് ചെറിയൊരു ടൈറ്റ്നസ്സുള്ളതുകൊണ്ട് എല്ലാം ശരിയാവും, എല്ലാ ടൈറ്റുകളും മാറും. പക്ഷെ അങ്ങനെയൊക്കെ അതായത് ഇത്രയും ചെറിയൊരു ഇതിൽ പോലും ഞാൻ ഇത്ര ഗംഭീരമായിട്ട് വോളിയം ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്നുകൂടി ഭയങ്കര രസമായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയൊരു ഷോപ്പുള്ള ആൾക്കാർക്ക് അത് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ കൺവേർട്ട് ചെയ്തില്ല, ഞാൻ വേറെ ഒരെണ്ണമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് ശരിക്കും പറഞ്ഞാൽ 100 ml കപ്പ് നല്ല ഫുള്ളായിട്ട് ബിരിയാണി ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി ഈസി ആയിരുന്നു. അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ വന്ന് കഴിക്കുക, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവായിട്ടുള്ളൊരു തത്വം സംരംഭമാണ്. സംരംഭം ഉണ്ടായാലാണ് നാട്ടിൽ ജോലിയും സാമ്പത്തികവും സ്ഥിതിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ആരാണെങ്കിലും ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും സംരംഭകരാണ് നാടിൻ്റെ നട്ടെല്ല്. ഈ GDP ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഈ സംരംഭകരാണ്. എത്രത്തോളം കഷ്ടപ്പാടുണ്ട്. ഇതെങ്ങാനും പെട്ടെന്ന് ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ മുകളിൽ ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ചിലർ ശ്രമിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നമാണത്. എത്രത്തോളം വേദന ഉണ്ടാവും നിങ്ങൾക്ക് ശരിക്കും അത് അറിയണില്ലേ? അത്രയും ഉരുകിയിട്ടാണ്. പിന്നെ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കിച്ചൺ പേഴ്സൺ അല്ല, എനിക്ക് കിച്ചൺ അത്ര താല്പര്യമുള്ള ആളൊന്നുമല്ല. പക്ഷെ ഞാനവിടെ ട്രെയിനിങ്ങിൽ പോകുമ്പോഴും ഞാൻ പറഞ്ഞിരുന്ന കാര്യം അതായിരുന്നു, ഞാൻ കിച്ചണിൽ കയറുക, ഞാൻ കിച്ചണായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ ഒരു സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്ന സമയത്ത് ഒരു സമയത്ത് കയറിയിട്ട് ഞാൻ ബിരിയാണി അടിച്ചിട്ടുണ്ട്. ഒരു 6-7 കിലോ ബിരിയാണി ഞാൻ അടിച്ചു, സക്സസ്ഫുള്ളായിട്ട് വന്നു. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ മജിക്കല്ല, അത് അന്നവിടെ വന്ന ട്രെയിനിങ് നമ്മൾ ഇതിനെ പക്കാക്കി വെച്ചിട്ട് പഠിക്കേണ്ടതില്ല ശരിക്കും ഓണർ. അതെ, ശരിക്കും പറഞ്ഞാൽ ഓണർ പഠിക്കണം. കാരണം എന്നാലും മാത്രമാണ് നമുക്ക് ചെയ്യണ സമയത്ത് ഇതെന്തെങ്ങനെ എന്ന് ചോദിക്കാനും അല്ല ഇത് ചേർത്തില്ല എന്ന് ചോദിക്കാനൊക്കെ നമുക്ക് പറ്റണം. അതുകൊണ്ട് തന്നെയാണ് ചില സാധനങ്ങൾ കൂടുതലായിട്ട് പോണ സമയത്ത് നമ്മൾ ഇതെന്താ നമ്മളിതിൽ വാങ്ങിച്ചാണല്ലോ അങ്ങനെ കൂടുതൽ അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാൻ പറ്റുന്നത് കിച്ചണിൽ റേസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാം. ഓൾറെഡി കിച്ചൺ വർക്ക് അറിയാതെ ഒരു കഫേ നടത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ള ലോസ് സഹിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് റീഅറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ഓണേഴ്സും ഒരു ഇതെല്ലാം കിച്ചൺ വർക്ക് അറിഞ്ഞിരിക്കണം തന്നെയാണ്. ഓക്കെ, നമ്മൾ തരുന്ന ട്രെയിനിങ് മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യണം. കറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ട്. മാത്രമല്ല പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം, നിങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് 50 കിലോമീറ്ററോളം ഡെയിലി നിങ്ങൾ രാവിലെ അവിടെ ഒരു 7-7:30 നിർബന്ധമായിട്ട് എത്തുകയും ഉച്ചവരെയോ വൈകിട്ട് വരെ നിന്ന് എഫേർട്ട് എടുക്കുകയും കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് ഉൾക്കൊണ്ടിട്ടുണ്ട്. നിങ്ങളെ തീർച്ചയായും സഹായിച്ച് നിങ്ങളെ സക്സസ് ആക്കണം. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ നമ്മൾ കൂട്ടായി പ്രവർത്തിക്കുക. അപ്പോൾ അത് പഠിച്ചവനും സ്വീകരിച്ചു, ഇവിടുത്തെ ജനങ്ങളും സ്വീകരിച്ചു എന്നാണ് തോന്നുന്നത്. ഒരു ലേഡി സംരംഭക അങ്ങനെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് വന്ന് സംരംഭങ്ങൾ വിജയിച്ചെങ്കിലാണ് എല്ലാവർക്കും സക്സസ് ഉള്ളൂ. പിന്നെ ഉണ്ടായിരുന്നൊരു ഷോപ്പ് നല്ല രീതിയിലല്ലാണ്ട് പോയി ലോസായി കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപയാണ് കടം വരിക അല്ലേ? അതുപോലെ നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പൈസയും പോകും. അപ്പോൾ നമ്മൾ പറയുന്ന സിസ്റ്റത്തിലൂടെ പോവുകയാണെങ്കിൽ ഇതൊരു സംരംഭം പുതുതായിട്ട് വരുന്നവർക്ക് നമുക്ക് അതായത് അതിൻ്റെ ഒരു സാർ പറഞ്ഞ മുതൽ നമ്മൾ ഇറക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പൈസ എടുക്കാൻ പോലും സാർ പറഞ്ഞ പോലെ അത്രയും രീതിയിലൊക്കെ ചെയ്യാനുള്ളൊരു ഫണ്ട് നമ്മൾ റേസ് ചെയ്തിട്ട് അത്രയും രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റിലേക്ക് നമ്മൾ ഇറക്കിയ പൈസ തിരിച്ചു കിട്ടാൻ അധികം താമസമുണ്ടാക്കാം. ഇതിൻ്റെ താമസം ഇല്ലാതെ തന്നെ നമുക്ക് സാറ് പറഞ്ഞാൽ അതേപോലെ തന്നെ ചെയ്യണം. ഞാനിവിടേക്ക് പറയും നിങ്ങൾ ഇത്ര കൊടുത്തപ്പോഴേക്ക് അങ്ങനെയല്ല, നമ്മുടെ ആ ഒരു മസാലയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയിലാണ് നമ്മൾ അതിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. നിങ്ങൾ റൈസിനും അതേപോലെ ക്വാളിറ്റി നമ്മൾ എടുക്കുന്നത്, ഉണ്ടാക്കുന്ന രീതിയിൽ എല്ലാത്തിനും ആ ക്വാളിറ്റിക്കാണ് നമ്മുടെ പ്രൈസ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ചിക്കൻ അതെന്താ ഇങ്ങനെ നിങ്ങൾ വേറെ സ്ഥലത്ത് പോകുമ്പോൾ വലിയ ചിക്കനും വലിയ മുട്ടയും കിട്ടുമല്ലോ, അങ്ങനെയല്ല. ആ നമ്മുടെ ക്വാളിറ്റി, ആ ക്വാളിറ്റിക്കാണ് നമ്മുടെ വില. അതാണ് അപ്പോൾ നമുക്ക് നിങ്ങൾ എന്ന് വന്ന് കഴിച്ചാലും നാളെ വന്ന് കഴിച്ചാലും 1 മാസം വന്ന് കഴിച്ചാലും 2 മാസം വന്ന് കഴിച്ചാലും ഈ ക്വാളിറ്റി ഉറപ്പായിരിക്കും. ആ ക്വാളിറ്റിക്കാണ് നമ്മളതിൻ്റെ പ്രൈസ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്നിട്ട് ഇപ്പോൾ ചിക്കൻ ചെറിയ പീസായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ടേസ്റ്റ് എങ്ങനെയാണ്, ടേസ്റ്റ് പൊള്ളിയായിരുന്നു. അപ്പോൾ അത് മതി.
അപ്പോൾ പിറ്റേ ദിവസം അവർ വരുന്നുണ്ട്, പിറ്റേ ദിവസം സെയിം പറയും കുറച്ചുകൊണ്ട് വലിയ പീസ് മനസ്സിലാക്കി ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ടേസ്റ്റ് പൊളിയാണ്, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇന്ന് പിന്നെയും വന്നത്. അപ്പോൾ അതാണ് ജനകീയമായിട്ട് 100 രൂപ മുതൽ 100 രൂപ മുതൽ അൺലിമിറ്റഡ് റൈസ് ഉണ്ട്. ഇഷ്ടംപോലെ പിള്ളേർ വന്നിട്ട് ഉച്ചയ്ക്ക് അൺലിമിറ്റഡ് റൈസ് കഴിക്കുന്നത്. കാരണം 100 രൂപയ്ക്ക് ബിരിയാണി കൊടുത്തിട്ട് അവർക്ക് മുതലാവില്ല, കാരണം ബിരിയാണി കഴിക്കാറില്ല എന്ന് അവർ പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് ബിരിയാണി കൊടുത്തിട്ട് അത് കഴിച്ചിട്ട് വയറ് നിറയുന്നില്ല, സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊടുത്ത് നമ്മൾ 100 രൂപയ്ക്ക് ബിരിയാണി കൊടുത്ത് ഒരു ബൗൾ റൈസ് എക്സ്ട്രാ വാങ്ങുന്നുണ്ട്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ അൺലിമിറ്റഡ് റൈസ് എന്ന് പറയുന്നത് അവർക്കൊരു ഭയങ്കര ചെറിയ ലാഭമാണെങ്കിൽ പിന്നെ പ്രീമിയം ബിരിയാണികളും അപ്പോൾ വലിയ റൈസ് വലിയ പീസായിട്ട് നമ്മൾ 140 രൂപയുടെ തലശ്ശേരി കൊടുക്കുന്നുണ്ട്, ബിരിയാണി കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോഴത്തെ ഇനോഗ്രേഷൻ ഓഫറിൽ നമ്മൾ അത്യാവശ്യം നല്ല ഓഫറിലാണ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ 100 രൂപയുടെ ഉണ്ട്, 140 രൂപ, 160 ഉണ്ട്, 150 രൂപയ്ക്ക് ബീഫ് അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ടേസ്റ്റ് നിങ്ങൾ നോക്കുക. ടേസ്റ്റിൽ അത് ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോയിട്ട് ട്രയൽ അടിച്ചോ, ക്വാളിറ്റിയും അതിൻ്റെ ടേസ്റ്റും നമുക്ക് 101% കണ്ണടച്ചിട്ട് കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഫേ നടത്തിയിരുന്ന ആളല്ലേ, ഞാൻ ആരോടും നല്ലതാണോന്നും ചോദിക്കാറില്ല, ഇങ്ങനെ വെറുതെ റിസ്ക് എടുക്കണമെന്ന് ആലോചിക്കും. നമുക്ക് നമ്മൾ നല്ലതാണെന്ന് അറിയാം, പക്ഷെ എല്ലാവരുടെയും കൈൻഡ് ഓഫ് ടേസ്റ്റ് ഉൾക്കൊള്ളണം നിർബന്ധമില്ല. ചില ആൾക്കാർക്ക് ബർഗർ ഇഷ്ടമാവും, ചില ആൾക്കാർക്ക് പറയും അവർ അപ് ടു ദ മാർക്കായില്ല എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ടേസ്റ്റ് വൈസ് ഡിഫറൻസ് ആണ്. പക്ഷേ എനിക്ക് ബിരിയാണിയുടെ കാര്യത്തിൽ അത്ഭുതം തോന്നും, എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട്. അത് പിന്നെ ഒന്നൊരാൾ പറഞ്ഞതാണ്, എനിക്ക് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല, പക്ഷേ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ സാധാരണ ബിരിയാണി എവിടെയും പോയി കഴിച്ചാൽ ഇഷ്ടമാവാറില്ല, പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുള്ളത്. ബിരിയാണി കഴിക്കാറില്ല എന്നുള്ളത് പറഞ്ഞത്, സലാഡ് മാത്രം കഴിക്കുള്ളൂ, ബിരിയാണി കഴിക്കുള്ളൂ, ഒരു റൈസും സലാഡ് മാത്രമേ കഴിക്കുള്ളൂ. സ്റ്റമക്ക് പ്രോബ്ലം, വയറുവേദനയൊക്കെ വരും, അതില്ല. ദാഹം. അതായത് 8 ദിവസം കഴിച്ചിട്ട് 8ാമത്തെ ദിവസം വന്നാലോട് ഞാൻ ചോദിച്ചു, ഒരു കുഴപ്പമില്ല ചോദിച്ചു, ഒരു കുഴപ്പമില്ല. ഞാൻ ബിരിയാണി കഴിക്കാത്ത ആളാണ്, അധികം ബിരിയാണി കഴിക്കാത്ത ആളാണ്. ആ ട്രെയിനിങ് സമയത്ത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക, നമ്മൾ തന്നെ കഴിച്ചു വെക്കുക. അത് 10 ദിവസം ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് വിഷയമില്ല. അതാണ് അതിൻ്റെ ഒരു കോൺഫിഡൻസ്. എനിക്ക് കംപ്ലൈൻറ്റ് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പിക്കാം. 10 ദിവസം പഠിപ്പിച്ച് വെച്ചാൽ എൻ്റെ വീട്ടിലൊക്കെ പറയും, എന്നോട് വീട്ടിൽ നിന്ന് ട്രെയിനിങ്ങിന് പോകുമ്പോഴേ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ പോയിട്ട് ചോറ് കഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് രാവിലെ 6 രൂപയ്ക്ക് പോകുമ്പോൾ വരെ പറയും ചോറാക്കി തരട്ടെ. കാരണം അമ്മയ്ക്കൊക്കെ അറിയാം ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് വേറെ പ്രശ്നം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടക്കുന്ന ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു വിട്ട കാര്യമാണ്. പക്ഷേ നമ്മളുണ്ടാക്കിയ ബിരിയാണി കഴിച്ചു നോക്കൂ, കഴിച്ചു ഒരു ടേസ്റ്റ് പറയുമെന്ന് പറയുമ്പോൾ സ്ഥിരമായി ബിരിയാണി കഴിച്ച ആളാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ അതുപോലെ നമ്മളെ റെസിപ്പീസ് ഉപയോഗിച്ചിട്ടുള്ള കറിയും പൊറോട്ടയും പത്തിരിയൊക്കെ എല്ലാ ദിവസവും രാവിലെ കഴിച്ചിരുന്നു. എന്നിട്ട് അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബിരിയാണി കഴിക്കുമ്പോൾ സാധാരണ ഒരു പൊറോട്ടകൾ നമ്മളിപ്പോൾ ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി ആ ഒരു ടേസ്റ്റ് അല്ല, നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തിട്ട് വരരുത്. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, ഭയങ്കര അതായത് ഒരു മൂഡ് വേറൊരു ലെവലിൽ എത്തിക്കുന്ന ഒരു റിച്ച് ലെവലിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. സാധാരണ ഒരു പൊറോട്ടയ്ക്ക് കിട്ടുന്ന ചിക്കൻ കറി ബീഫ് കറി ആ ഒരു ടൈപ്പല്ല, അതല്ലാതെ ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ടൈപ്പ് സാധനം. പക്ഷേ നമുക്കെന്നാ ആ ചിക്കൻ കറിൻ്റെ അത്രയും എക്സ്പെൻസ് വരില്ല, ആ ചിക്കൻ കറിയെക്കാട്ടും റേറ്റ് കുറവിൽ കൊടുക്കാൻ പറ്റും. എനിക്കത് ഫീൽ ചെയ്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഒരു കാറ്ററിംഗ് ഒക്കെ വന്ന് എടുക്കാനുള്ള ഒരു ധൈര്യമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഒരെണ്ണം ചെയ്തു, ഒരു ചെറിയ ഓർഡർ ആയിരുന്നു, ഒരു 40 ഓർഡർ ആയിരുന്നു. ഇനി ക്രിസ്മസിൻ്റെ ടൈമിലുള്ള ഈവെൻറ്റിൽ ഓർഡർ വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ന്യൂ ഇയറിനും അത്യാവശ്യം എന്തെങ്കിലും കാറ്ററിംഗ് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങളെ എടുക്കാൻ നമുക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. ഞങ്ങളുടെ ടീമിന്റെ ബാക്കപ്പ് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? അതോ ഉറപ്പല്ലേ, നിങ്ങളില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന തോന്നുന്നുണ്ടോ? സപ്പോർട്ട് ഉറപ്പാണ്. സപ്പോർട്ടിന്റെ മുകളിൽ ഒരു ഡൗട്ട് അങ്ങനെ ഞാൻ വിചാരിക്കുന്ന കാര്യം, സപ്പോർട്ട് ഉറപ്പാണ്. ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനൊരു ഇഷ്യൂസ് ഉണ്ട്, അതൊന്നും നമുക്ക്. അപ്പോൾ വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക, സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ഒരു സംരംഭമാണ്, പൊല്യൂഷൻ ഉണ്ടാവും, പലതും ഉണ്ടാവാം. അതൊക്കെ നല്ല രീതിയിൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്യുക, വിജയത്തിലേക്ക് കൊണ്ടുപോകുക. അതായത് ചെറിയൊരു ഷോപ്പ് വലിയ രീതിയിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാവണ ഒരു കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ക്ലിയർ ചെയ്ത് ഓരോ ദിവസവും നോക്കി എഴുതി വെച്ച് ക്ലീൻ ചെയ്ത് മേക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ കട ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് കട. അവിടെ ചെറിയ ഷെഡ് ഉണ്ട്, അതിലാണ് കിച്ചൺ. ഇപ്പോൾ പുറത്തും വെക്കുന്നുണ്ട്. അവിടെ റൂം കൂടി എടുത്ത് അവർ ഒന്നുകൂടി സെറ്റപ്പ് ആക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ സീറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ AC സീറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ വരുന്ന കഫേയുടെ AC സീറ്റിംഗ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ നന്നായി പങ്കുവെച്ചു. ഓക്കെ, നന്നായി വരട്ടെ.